അതായത് ആ സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റുക. അവിടെ വെച്ച് ഏട്ടനും ഞാനും തമ്മിൽ വഴക്കായി, നീ എന്തിനു വന്നു, ഞങ്ങളവിടെ കണ്ട കാര്യം പറയരുത്, ഇത് എന്നോട് വർക്ക് ചെയ്യുന്നതാണ്, ആശയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അന്ന് ആശ ഒന്നും സംസാരിച്ചില്ല. ആശ വേറെ പെട്ടെന്ന് എന്നെ കണ്ട ഷോക്കിലായിരിക്കണം, ഒന്നും സംസാരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ പങ്കാളിക്കുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷിക്കുക? ചില അടയാളങ്ങളൊക്കെ സൈക്കോളജിക്കലായിട്ട് പറയാറുണ്ട്. ഇത്തരം അടയാളങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാനത് കണ്ടിട്ട് അവർ പെട്ടെന്ന് മാറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആശിച്ചിയുടെ കാലിലാണ് പിടിച്ചത്. എന്നെ കാട്ടി 10 വയസ്സ് മൂത്ത സ്ത്രീ അത്. അപ്പോൾ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചോണ്ട്, ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം, ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചാൽ ഞാൻ കരഞ്ഞു. അപ്പോൾ കാല് തട്ടി എറിഞ്ഞിട്ട് പറഞ്ഞു, കാലിലങ്ങനെ എന്നെ തട്ടി തറയിലോട്ടായിട്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. എന്റെ കൂടെ നിന്ന് എടുത്തിട്ടില്ല. ഞാൻ അതിന് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, ഏട്ടാ എന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും. ഞാനുമായിട്ട് ഒരു ഫോട്ടോസും എടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്താൽ അത് ആശ കാണും. അത് പേടിച്ചിട്ട് എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കത്തില്ല, കുഞ്ഞുമായിട്ട് എടുക്കത്തില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്ന് വിവാഹം കഴിഞ്ഞ ആളുകൾ അനുഭവിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് ഭർത്താവിന് വേറെ ആരോടെങ്കിലൊക്കെ ഒരു രഹസ്യമായ ബന്ധം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ആരോടെങ്കിലൊക്കെ ബന്ധമുണ്ടോ എന്നുള്ള ഭർത്താവിന് ഒരു ആശങ്ക. ഈ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ചില ഭർത്താക്കന്മാർക്ക് എത്ര സ്നേഹം ഭാര്യമാർ കൊടുത്താലും, എത്ര എന്താ പറയുക അവരോട് ചേർത്ത് പിടിച്ചാലും, ഇവർ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്ക് വേറെ ആരോടെങ്കിലും ഒക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. ചില ഭാര്യമാരും ഇങ്ങനെ തന്നെയാണ്. എത്ര നമ്മൾ ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചാലും, അവർക്ക് വേണ്ടി ഗൾഫിൽ എന്താ പറയുക വെറും ചൂട് മുഴുവൻ കൊണ്ട് ജീവിതം മുഴുവൻ കളഞ്ഞാലും അവർക്കിഷ്ടം വേറെ ആരോടെങ്കിലൊക്കെ ആയിരിക്കും. എന്താണ് ഒരു പരിഹാര മാർഗം? ഒരു യുവതി കഴിഞ്ഞ ദിവസം 24 ചാനലിൽ അവരെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അവർ പറയാണ്, എത്ര സ്നേഹിച്ചിട്ടും ഒടുവിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഒടുവിൽ ആ ഭർത്താവിന് ഇപ്പോൾ ഒരു ഭാര്യയെ വേണ്ട. അവർ പറയാണ്, തൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു വേറൊരു സ്ത്രീയുമായിട്ട്, കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായിട്ട് ഭർത്താവിന് ബന്ധമുണ്ട് എന്നുള്ളത്. ഏത് ഭാര്യക്കാണത് സഹിക്കാൻ കഴിയുക? നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന മനസ്സിലാവും. ഏതായാലും ആ ഒരു യുവതി പറയുന്ന ആ ഒരു വിഷമൊന്ന് കേൾക്കൂ. സംശയത്തിന്റെ രീതി എനിക്കില്ലായിരുന്നു. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, ബാച്ച്മേറ്റ്സ് അല്ലേ, അപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്നെയും ഏട്ടൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയും കൂടെ വട്ടിയൂർക്കാവിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. പെട്ടെന്നൊരു ദിവസം പറഞ്ഞു, പൊക്കോ സാരമില്ല, ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും കൊണ്ടാക്കി. പക്ഷെ ഏട്ടൻ വീട് വെക്കേറ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ആറ്റിങ്ങ വരെ വന്നിട്ട്, ആറ്റിങ്ങിലായിരുന്നു അന്ന് ആശയസെ വർക്ക് ചെയ്തിരുന്നത്, ആറ്റിങ്ങ വരെ വന്നിട്ട് തിരിച്ചു പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ തോന്നുന്നു, അമ്മയുടെ ഇതുവരെ വന്നിട്ട് തിരിച്ചു പോവുക. അപ്പോൾ എന്നെ ആ സമയത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് കോൾ എടുക്കത്തില്ല, എത്ര വിളിച്ചില്ല. അങ്ങനെ കോൾ എടുത്തപ്പോൾ ഒരുപാട് സമയം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചപ്പോൾ കോൾ എടുത്തു. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിലായിരുന്നു എന്നുള്ള രീതി എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട്, അപ്പം സ്വാഭാവികമായിട്ടും അവിടം വരെ വന്നു പോകുമല്ലോ, അപ്പോൾ അപ്പോഴും ഡൗട്ട് ഉണ്ടായില്ല. ഇതുപോലെ വന്നിട്ട് തിരിച്ചു പോയ കാര്യം ഞാൻ അമ്മയുടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വന്നിട്ട് പോയാൽ മതി നീ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ പിന്നീട് ഇത് അങ്ങോട്ട് അകൽച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് ഇത്രയും ക്ലോസ് ആയി ഇന്റിമേറ്റ് ആയിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വിളിക്കുന്നത് കുറവായി. ഞാൻ എപ്പോൾ വിളിച്ചാലും പിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞങ്ങ് കട്ട് ചെയ്യുമോ. അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കുഞ്ഞിനെ അമ്മയുടെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ വേളമ്മന്നൂരുള്ള അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അവരുടെ അടുത്ത് പറയാതെ ഞാൻ വട്ടിയൂർക്കാവിൽ പോയി. അത്രയും ദൂരം എന്നെ വിടത്തില്ലായിരുന്നു അവർ. എന്നിട്ട് ഞാൻ പറയാതെ ബസ്സിൽ പോയി ഞാൻ എൻ്റെ വാടക വീട്ടിലോട്ട്. അവിടെ ചെന്ന് എനിക്ക് അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കണ്ടത്. ഞാൻ ഒരുമിച്ച് കണ്ടു, മീൻസ് യൂണിഫോമിലല്ലായിരുന്നു, സിവിൽ ഡ്രസ്സിൽ. അതായത് ആ സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റുക. അവിടെ വെച്ച് ഏട്ടനും ഞാനും തമ്മിൽ വഴക്കായി, നീ എന്തിനു വന്നു, ഞങ്ങളവിടെ കണ്ട കാര്യം പറയരുത്, ഇത് എന്നോട് വർക്ക് ചെയ്യുന്നതാണ്, ആശയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അന്ന് ആശ ഒന്നും സംസാരിച്ചില്ല. ആശ വേറെ പെട്ടെന്ന് എന്നെ കണ്ട ഷോക്കിലായിരിക്കണം, ഒന്നും സംസാരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ തിരിച്ച് ഏട്ടൻ്റെ അമ്മയെടുത്താണ് വരുന്നത്. ഏട്ടൻ്റെ അമ്മയെടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു, അമ്മ ഞാൻ അവിടെ വെച്ച് വരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയുന്ന, മോളെ ഇത് നീ ആരടുത്തും പറയരുത്, അവൻ കുടിക്കും ഒരുപാട്, ഇപ്പോൾ കുടിച്ചിട്ട് വന്നിട്ട് നിന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് നീ ഇത് ആരടുത്തും പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നെ വിലക്കായിരുന്നു. പിന്നെ മോള് പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു, എൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയി കുഞ്ഞിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ അറിഞ്ഞാലും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ആശയമായിട്ട് റിലേഷനിലാണെന്നുള്ളത് അറിഞ്ഞാലും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് തോന്നിയതാണ്, അന്ന് സംശയമായിരുന്നു, എനിക്ക് സംശയം മാത്രമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ആശയം കൂട്ടിയേട്ടൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വിഷയങ്ങളായിട്ടും ഒരാളെ കൊണ്ട് വരുന്നു കണ്ടത് ആ ഒരു ഷോക്കിൽ ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ വന്നതല്ലേ, കയറി വന്നു പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോയത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഫുഡ് ചൂടാക്ക്, വൈകുന്നേരം വന്നെ ഫുഡ് എടുത്ത് വെക്കണം, ചൂടാക്ക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഫുഡ് ചൂടാക്കി വന്നപ്പോൾ അവരെ കണ്ടില്ല. അപ്പം ഡൈനിങ് റൂമിൽ നിന്ന് ബെഡ്റൂം കാണാൻ പറ്റും. അത് നോക്കിയപ്പോൾ അവരുണ്ടോ അതിനകത്തുണ്ട്, ഒരു ഉള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. കയറി ചെന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടിട്ട് അവർ പെട്ടെന്ന് മാറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആശിച്ചിയുടെ കാലിലാണ് പിടിച്ചത്. എന്നെ കാട്ടി 10 വയസ്സ് മൂത്ത സ്ത്രീ അത്. അപ്പോൾ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചോണ്ട്, ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം, ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചാൽ ഞാൻ കരഞ്ഞു. അപ്പോൾ കാല് തട്ടി എറിഞ്ഞിട്ട് പറഞ്ഞു,
കാര്യം എന്നെ തട്ടി തറയിലോട്ടായിട്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. നീ എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ള മട്ടിൽ എന്നെ നോക്കി പരിഹസിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയണം ഈ കാര്യം, വേറെ ആരുടെ അടുത്തും പറഞ്ഞാൽ എന്നെ അംഗീകരിക്കത്തില്ല, ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നായിരിക്കും പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോൾ എന്നെ അവിടെ തടഞ്ഞു നിർത്തുമായിരുന്നു ആശ അവിടെ തടഞ്ഞു നിർത്തി എൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, നീ പറയൂടെന്ന് ചോദിച്ചു. അതിനുശേഷം എന്റെ കഴുത്തിനെ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി പൊക്കി തന്നെ, നല്ല ഹൈറ്റ് ഉണ്ട് ആശിക്ക്, അങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എന്റെ കവളത്തടിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊന്നുകളയും, നീ ഇതാരടുത്തേലും പറഞ്ഞാൽ നിന്നെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു. കൊന്ന് കെട്ടിത്തൂക്കി അത് ആത്മഹത്യയാക്കാൻ ഞങ്ങൾക്കറിയാം. എന്റെ ഭർത്താവ് ഇതുപോലെ ഒരു കേസിൽ എന്തോ കൊലക്കേസിൽ അകത്ത് പോകാൻ ചാൻസ് ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകിനെ വേണം, ഞാൻ വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ വല്ല വേശ്യാവൃത്തിക്കും പോയി ജീവിക്കാൻ വയ്യെങ്കിൽ അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞു. അതും കേട്ട് സഹിക്കാൻ വയ്യാതെ എനിക്ക് കഴുത്തെല്ലാം ഇറുവിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്വാധീനം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി ഞാൻ പരാതി കൊടുത്താലും അതെല്ലാം അവരുടെ ബാച്ച്മേറ്റ്സിന്റെ അടുത്തായിരിക്കും ഇരിക്കുക, അവരുടെ ബാച്ച്മേറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ കൊന്നുകളയെന്നാ പറഞ്ഞു. എന്നിട്ട് അവരുടെ ഞാൻ ശക്തി എടുത്ത് ആശയെ തള്ളി മാറ്റി എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു വക പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ ഷോക്കിംഗ് ആയ കാര്യം 15ാമത്തെ വയസ്സിൽ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഇവരെ. അപ്പോൾ എനിക്കിതിൽ നിന്ന് പറഞ്ഞ് കേൾക്കുന്നതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അതൊരു വെറും അവിഹിതം മാത്രമല്ല, ആ ഒരു ചങ്ങാതിക്ക് ഈ സ്ത്രീനെ വേണ്ട, അപ്പോൾ ഭാര്യയായിട്ട് നിൽക്കുന്ന സ്ത്രീനെ വേണ്ട, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബന്ധമുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്, ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതൊരു സാധാരണ അവിഹിതം എന്ന് പറഞ്ഞാൽ ഭാര്യ അറിയാതെ, ആരും അറിയാതെ രഹസ്യമായിട്ട് കൊണ്ടടക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഇത് ഭാര്യയുടെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, എന്നിട്ട് ഭാര്യനെ പരമാവധി പ്രകോപിപ്പിക്കാൻ ഈ സ്ത്രീ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിഞ്ഞു പോകണം. ഒന്ന് നമ്മൾ ചിന്തിക്കുക, ഈ ഒരു യുവതിയുടെ കേസിൽ തന്നെ 15ാമത്തെ വയസ്സിൽ ബുദ്ധി ഉറക്കാത്ത, അതായത് നമ്മുടെ ബ്രെയിൻ ഗ്രോത്ത് പൂർത്തിയാകാത്തൊരു സമയത്ത് പ്രണയത്തിലകപ്പെട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിക്കേണ്ടി വന്നൊരു കപ്പിൾസാണ് ഇവർ, ദമ്പതികളാണ്. അപ്പം തന്നെ അതിൻ്റെ ഒരു ഏത് മതമായിക്കോട്ടെ അതിൻ്റെ ദൈവികമായ ഒരു സാന്നിധ്യം, ഒരു സാമീപ്യം അവിടെ പോയി. പിന്നീട് ആ ബന്ധം ചെന്ന് ചാടുന്നത് ഇങ്ങനത്തേതിലാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ ആയിരിക്കും ഒടുവിൽ ഇവരെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടാവുക. ഫലം എന്താ ഉണ്ടായത്? അതേ മനുഷ്യൻ തന്നെ ചവിട്ടി പുറത്താക്കുക. അപ്പോൾ ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ പങ്കാളിക്കുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷിക്കുക? ചില അടയാളങ്ങളൊക്കെ സൈക്കോളജിക്കലായിട്ട് പറയാറുണ്ട്. ഇത്തരം അടയാളങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുണ്ടെങ്കിൽ അയാൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഞാനത് ഇവിടെ പറയണില്ല, എന്നിട്ട് പിന്നെ ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇത്തരം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കുക, ചില ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭയങ്കരമായിട്ടുള്ളൊരു ബലമാണെങ്കിൽ മറ്റൊരുത്തൻ്റെ ഭാര്യമാരെ കാണുമ്പോൾ വളരെ വലിയൊരു ബലഹീനതയായിട്ട് തോന്നലുണ്ട്. സ്വന്തം ഭാര്യ എത്ര അഞ്ഞൊരുങ്ങി നടന്നാലും എന്ത് വേറൊരു സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ വാ എന്ന് പറയുന്ന ചില സ്വഭാവക്കാരാണ്. അപ്പോൾ അങ്ങനെയാവാൻ കാരണം ദമ്പതികൾക്കിടയിലുള്ള സ്നേഹമില്ലായ്മയാണ്. അവർക്കിടയിൽ ഭർത്താവിന് ഭാര്യയോടുള്ളൊരു ഒരു സെക്സ് അപ്പീൽ വരണം എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ സ്നേഹം വരണം. ആ സ്നേഹം എന്തുകൊണ്ടോ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് തേടിപ്പോകും. തിരിച്ചും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വിവാഹ ബന്ധത്തിൽ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോയി ചാടുന്ന ആളുകളുടെയൊക്കെ ലൈഫ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ട ആളുകളാണ്. ബന്ധങ്ങൾ പിന്നെ നമുക്ക് നല്ല സൗകര്യമാണ്. ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് ഭയങ്കര സൗകര്യമായി, എല്ലാം കൊണ്ടും സൗകര്യമായതോടുകൂടി ഇത്തരം ബന്ധങ്ങൾ പ്രകടമാവാൻ തുടങ്ങി. അതിലും ഇവരുടെ സങ്കടങ്ങളോട് അവസാനിക്കുന്നില്ല. ബാക്കി കൂടി ഒന്ന് കേൾക്കൂ. ഇത് 2021 സംഭവം. ആശയുടെ ഭർത്താവ് വീട്ടിലെപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ആശയുടെ ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ല. ഇല്ല, ആശ വന്നിട്ടുണ്ട്, ഭർത്താവ് വീട്ടിൽ ഫാമിലിയായിട്ട് അവർ വന്നിട്ടില്ല. ഇല്ല, ഫാമിലി ആയിട്ട് വന്നിട്ടില്ല. ഇല്ല, അതായത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല? ഞാൻ ഉള്ളപ്പോ വന്നിട്ടില്ല, അല്ലാതെ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ടില്ല. ആശ അവസാനമായി സംസാരിക്കുന്നത് എന്താണ്? ആശ ഒരുപാട് തരത്തിൽ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചും കാര്യങ്ങൾ ഒരുപാട് രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ? അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ മെസ്സേജ് അയക്കുമായിരുന്നു. ഇതുപോലെ നിനക്ക് വേണമെങ്കിൽ അഭിഷേകിനോട് പറയും, ഞാനായിട്ട് ഈ റിലേഷൻ നടത്തത്തില്ല, ഒരു ദിവസം കൊണ്ട് തീരുന്ന റിലേഷൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനിത് സഹിക്കാൻ വയ്യാതെ അവരെ ബ്ലോക്ക് ചെയ്യുക ചെയ്തത്. അതിനുശേഷം ഇൻസ്റ്റ അക്കൗണ്ടിൽ ഹൈലൈറ്റ്സ് ഇടുമായിരുന്നു, ഡിസൈഡഡ് ടു ഫൈറ്റ് ടുഗദർ, വി ലവിങ് ടു ടുഗദർ എന്ന് പറഞ്ഞ ഒരുപാട് രീതിയിൽ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും വാട്സാപ്പിൽ ഞാൻ ബ്ലോക്ക് ലിസ്റ്റിൽ അവരുടെ പേര് കിടപ്പുണ്ട്. അതിനകത്ത് അവരുടെ DP, അവരുടെ ഓരോ ദിവസവും അവർ മാറ്റി ഇടുന്നത് എന്നെ പ്രൊവോക്ക് ചെയ്യുക, എന്റെ ഭർത്താവ് കൊടുത്തുള്ള ഫോട്ടോസാണ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ എടുത്തത് വെച്ചാൽ, അതായത് ഞാൻ കമ്മീഷൻ മാഡത്തിന് പരാതി കൊടുത്തതിന്റെ അന്ന് ഇട്ടിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ മാത്രം ഫോട്ടോയാണ് ആശ ഇട്ടിരിക്കുന്ന DP. അതായിരുന്നു ലാസ്റ്റ് നടന്നത്.
എപ്പോഴെങ്കിലും അഭിഷേകിന്റെ കുടുംബം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു? എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, അമ്മ ഇത് ഇങ്ങനെ ചെയ്യരുത്, അവരുടെ അടുത്തൊരു കേസ് വന്നാൽ അവരെങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും, ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആശയായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ, ആ ഫോട്ടോസ് പോലും ഞങ്ങളുമായിട്ട് എന്റെ കൂടെ നിന്ന് എടുത്തിട്ടില്ല. ഞാൻ അതിന് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, ഏട്ടാ എന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും, ഞാനുമായിട്ട് ഒരു ഫോട്ടോസും എടുക്കാൻ ഇഷ്ടമല്ല ഏട്ടന്. എന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്താൽ അത് ആശ കാണും. അത് പേടിച്ചിട്ട് എന്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കത്തില്ല, കുഞ്ഞുമായിട്ട് എടുക്കത്തില്ല. ചുരുക്കത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബന്ധം, നമ്മുടെ പങ്കാളിയോടുള്ള ബന്ധം ശുദ്ധമായിരിക്കണം. പിന്നെ ചില സ്ത്രീകളും പുരുഷന്മാരോട് വെറുതെ സംശയിക്കുന്ന ആളുകൾ, ഭയങ്കര സംശയരോഗം, ആ സംശയരോഗം ഇങ്ങനെ പിന്നാലെ ചെന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. മിക്ക ഭർത്താക്കന്മാരും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, കുടുംബത്തിന് വേണ്ടി ജീവിതം കളയുന്ന ആളുകൾ, സ്വന്തം സന്തോഷങ്ങൾ കളയുന്ന ആളുകൾ, ഇങ്ങനെ കുടുംബം നോക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോൾ സ്വന്തം ഭാര്യയോട് റൊമാൻറ്റിക് ആവാൻ അവർക്കൊരു പക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഭാര്യ എപ്പോഴും നോക്കുന്നത് ഭർത്താവ് എങ്ങോട്ട് പോയി, ഭർത്താവിനെ മാത്രം വാച്ച് ചെയ്യുന്ന ഒരു ഭാര്യ, കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു ഭർത്താവ്. അപ്പോൾ സ്വന്തം ഭാര്യയോട് റൊമാൻറ്റിക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഭാര്യ എപ്പോഴും ഭർത്താവിനെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നു, തല്ലുണ്ടാക്കുന്നു. അപ്പോൾ ആ വഴക്കുണ്ടാക്കുമ്പോൾ ഇയാൾക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ മറ്റോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ആ റിലേഷൻഷിപ്പിലേക്ക് വഴുതി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പങ്കാളിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ വീട്ടിലുള്ള നമ്മളാ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? സ്നേഹം കൊടുക്കുന്നതിനടുത്ത് സ്നേഹം കൊടുക്കുക, അവരോട് നല്ല റെസ്പെക്റ്റ് കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഫോൺ ചെയ്താലും മറ്റും കിട്ടുന്ന സന്തോഷം വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഭർത്താവിനെ നിങ്ങൾക്ക് വരച്ച വരയിൽ നിർത്താം. ഇനി ഭർത്താക്കന്മാരോടാണ്, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ്, ആ ഭാര്യയെ നമ്മൾ ഒരു തരത്തിലും വഞ്ചിക്കാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് ഈ വഞ്ചന എന്നുള്ളത്. ഇന്നലത്തെ ചോദ്യത്തിന് ഒരുപാട് പേര് ഒത്തിരി നല്ല ഉത്തരങ്ങൾ എഴുതി. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങൽ സുന്നത്താണെന്ന് പറഞ്ഞാണ്. വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങൽ അങ്ങനെ പ്രത്യേക സുന്നത്തുണ്ടോ? സത്യത്തിൽ ഇല്ലെന്നാലും ഒരു ആചാരമുണ്ട്. നമ്മുടെ നാട്ടിലോ അല്ലെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങുന്നൊരു രീതിയൊന്നുമില്ല. പക്ഷേ നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിലും വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങുന്നൊരു രീതിയുണ്ട്. എന്തായാലും എനിക്കിതുവരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിവിധ ഉത്തരങ്ങൾ ലഭിച്ച ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം. വെള്ളിയാഴ്ചയിൽ ആ ഒരു പ്രത്യേക ശ്രേഷ്ഠതകൾ നിങ്ങൾ ഒരുപാട് പേര് എഴുതി. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ക്രിസ്തുമത വിഭാഗം വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പ്രവാചകനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു എവിടെയാണ് ജനിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.